കൊളുന്തെടുപ്പത് നാങ്കെ കൊള്ളയടിപ്പത് നീങ്കെ, കാട്ടുതൊപ്പി എങ്ങൾക്ക് കോട്ടും സൂട്ടും ഉങ്ങൾക്ക്, മഴ കൊള്ളുവത് നാങ്കെ കോടികളെ കൊയ്വത് നീങ്കെ. 2015 ഓണക്കാലത്ത് മൂന്നാർ മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ച മുദ്രാവാക്യമാണിത്. നിഷേധിക്കപ്പെട്ട ബോണസിന് വേണ്ടി സ്ത്രീ തൊഴിലാളികൾ തെരുവിലിറങ്ങിയ ഐതിഹാസികമായ പൊമ്പിള ഒരു മെയ് സമരം. അവകാശ നിഷേധങ്ങൾക്കൊടുവിൽ സംഭവിച്ച അനിവാര്യമായ സമരമുഖത്തു നിന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ പറുദീസയായ വർത്തമാനകാല മൂന്നാറിൽ നിന്നും നമുക്ക് 175 വർഷം പിന്നിലേക്ക് പോവേണ്ടതുണ്ട്. 1850കളുടെ അവസാന പാദം. ദീർഘകാലം മഴ പെയ്യാതായതോടെ മരുഭൂമിക്ക് സമാനമായി തീർന്ന തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കൊടിയ വരൾച്ചയുണ്ടായി. മനുഷ്യരും മൃഗങ്ങളും ഓരോ ദിവസവും പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. കൃഷിഭൂമിയിൽ പാഴ്ചെടികൾ പോലും മുളയ്ക്കാതായതോടെ തൊണ്ട നനയ്ക്കാൻ വെള്ളത്തിനും ഒരു പിടി നെല്ലിനും വേണ്ടി ആളുകൾ നെട്ടോട്ടമോടി. ഏതാണ്ട് ഇതേ സമയമാണ് ബ്രിട്ടീഷുകാർ ഊട്ടിയിലെയും മൂന്നാറിലെയും കുന്നുകളിൽ തേയില കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. കങ്കാണിമാരുടെ വലയിൽ വീഴാൻ കുടിനീരും ഭക്ഷണവും എന്ന പ്രലോഭനം പോലും ഇവർക്ക് ധാരാളമായിരുന്നു. അടിമസമാനമായ ജീവിതമാണ് കാത്തിരിക്കുന്നതെന്നറിയാതെ പണം കായ്ക്കുന്ന തേയില ചെടികൾ തേടി സമതലത്തിൽ നിന്നും മലമടക്കുകളിലേക്ക് തൊഴിലാളികൾ കാൽനടയായി യാത്ര തുടങ്ങി. 400 കിലോമീറ്റർ വരെ കാൽനടയായി യാത്ര ചെയ്താണ് പലരും ഈ കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നത്. അന്ന് കൃഷിപ്പണിക്കായി എത്തിയവർ പിന്നീട് സമതലങ്ങളിലേക്ക് തിരിച്ചുപോയില്ല. അവരുടെ 5ാം തലമുറ ഇന്നും മൂന്നാറിലുണ്ട്. അവരുടെ കഥയാണ് ഈ പുസ്തകം. പ്രഭാകരൻ കെ മൂന്നാർ എഴുതിയ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ആത്മകഥ മലങ്കാട്. ആദിമവാസികളും മൃഗങ്ങളും മാത്രം വിഹരിച്ചിരുന്ന കൊടും കാട് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചതിന് പിന്നിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ഒഴുക്കിയ ചോരയ്ക്കും വിയർപ്പിനുമൊപ്പം അവരനുഭവിച്ച കൊടിയ പീഡനങ്ങളുമുണ്ട്. ചരിത്രത്തിലും ചരിത്രമെഴുത്തിലും നാം മനഃപൂർവ്വം മറന്ന ഒരു ജനതയെ അവരിലൊരാൾ അക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തുകയാണ്.